ഹായ്, നമ്മൾ ഫ്രണ്ട്സിന്റെ കൂടെ ട്രിപ്പായിട്ട് ചൈനയ്ക്ക് പോയിട്ട് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു വന്നപ്പോൾ തന്നെ പുള്ളിക്കാരത്തിയുടെ അടുത്ത വീഡിയോ എത്തി. ഞാൻ പുള്ളിയുടെ വീഡിയോ യൂസ് ചെയ്തു, അല്ലെങ്കിൽ വീഡിയോ സ്ക്രീൻഷോട്ട് യൂസ് ചെയ്തു, വിച്ച് ഇസ് റോങ്. അത് ഞാൻ ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു എന്നത് സത്യം. അതാണ് എന്റെ വീഡിയോ യൂസ് ചെയ്തു, അല്ലെങ്കിൽ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് യൂസ് ചെയ്തു. അത് ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു, അതറിയായിരുന്നു. അതറിഞ്ഞിട്ടും അത് യൂസ് ചെയ്തില്ലേ? അപ്പൊ അതിനുള്ള മറുപടിയാണെങ്കിൽ തന്നെ, അല്ലാതെ വല്ലവരും ചെയ്യുന്ന വീഡിയോക്ക് മറുപടി കൊടുക്കാൻ എനിക്ക് തലക്കോളൊന്നുമില്ല. മനസ്സിലായി? എന്റെ വീഡിയോന്റെ സ്ക്രീൻഷോട്ട് യൂസ് ചെയ്ത് അപ്പൊ ഞാൻ അതിന് മറുപടി കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. പലരും യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ കഴിയാവുന്ന മൈൻഡ് ചെയ്യാതിരിക്കലാണ് പതിവ്. പക്ഷെ ഇതെനിക്ക് മറുപടി കൊടുക്കണമെന്ന് തോന്നി, അതുകൊണ്ടിട്ടാണ് മറുപടി കൊടുക്കുന്നത്. പക്ഷെ അത് തെറ്റാണെന്ന് പറഞ്ഞ് പുള്ളിക്കാരത്തി സോറി പറയണമുണ്ട്. തെറ്റാണെന്ന് മനസ്സിലായി എന്താ ചെയ്യേണ്ടത്? ഡിലീറ്റ് ചെയ്യാത്ത എന്താ? അതാണ് റീച്ച് ആക്കുക, അത് തന്നെ ഉദ്ദേശം. അപ്പൊ അത് പറഞ്ഞിട്ട് തന്നെ വീഡിയോ ഇട്ടേക്കണം. എന്നിട്ട് ആ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടില്ല, അടുത്ത വീഡിയോ ഇട്ട്. കാരണം എന്താ? വീണ്ടും റീച്ച് ആക്കണം. നമുക്ക് ബാക്കി കൂടെ കേൾക്കാം. But he's a very influential person who's portraying on social media that ചൈനയിൽ പോയിട്ടുള്ള ഹോൾസെയിൽ is very easy. ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടില്ല ചൈനയിൽ പോയിട്ട് ഹോൾസെയിൽ ചെയ്യണത് വളരെ ഈസിയാണെന്ന്. ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ഹോൾസെയിലായിട്ട് അവിടെ നിന്ന് സോഴ്സ് ചെയ്ത് തരാമെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. മനസ്സിലായോ? അപ്പൊ ആദ്യം അത് ഭയങ്കര റോങ് ആയിട്ടുള്ള ഒരു മെസ്സേജാണ് ആളുകളിലേക്ക് കൊടുത്തോണ്ടിരിക്കുന്നത്. ഞാൻ അങ്ങനെ പറഞ്ഞു എന്നുള്ളത്. എന്റെ എല്ലാ വീഡിയോസും ഒന്ന് കണ്ടുപോയി അതിനകത്ത് ഏതെങ്കിലും ഒരു വീഡിയോ ഞാനത് വളരെ ഈസി ആണെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത്, അല്ലെങ്കിൽ ഞാനും ഫ്രണ്ട്സുമായിട്ട് പോയിട്ട് നിങ്ങൾക്കൊക്കെ പർച്ചേസ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നോക്ക്. ചൈനയിൽ വന്നിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ മിനിമം 5 ലക്ഷം രൂപയുടെ പർച്ചേസ് ചെയ്യണം. അല്ലാണ്ട് ഇവിടെ വരെ വന്നിട്ടൊന്നും കാര്യമില്ല. പിന്നെ 10 ലക്ഷം രൂപയുടെ പർച്ചേസ് ചെയ്താൽ മാത്രമുള്ള ഡയറക്റ്റ് വന്നാൽ നമുക്ക് അതിന്റെ എക്സ്പെൻസും അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റും എല്ലാം കൂടെ മുതലാവുള്ളൂ. അല്ലാണ്ട് ചില്ലറ പർച്ചേസിനൊക്കെ വേണ്ടി നിങ്ങൾ കുറ്റിയും പറിച്ചിട്ട് നിങ്ങൾ വരല്ലേ, നിങ്ങൾക്ക് പണി കിട്ടും. ഞാനത് സ്നേഹം കൊണ്ട് പറയണേ. അതാണ് പറയണത്. വളരെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് പുള്ളിക്കാരത്തി വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറെ വീഡിയോസ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എന്നെപ്പോലുള്ള സ്മോൾ ബിസിനസ്സുകാർക്ക് ഇറ്റ്സ് ഗെറ്റിംഗ് എൻ ഇമേജ് ലൈക്ക് ഹായ്, നമ്മൾ ഫ്രണ്ട്സിന്റെ കൂടെ ട്രിപ്പായിട്ട് ചൈനയ്ക്ക് പോയിട്ട് കുറെ ഇമ്പോർട്ട് ചെയ്തിട്ട് വന്നാൽ ഇവിടെ നന്നായിട്ട് ബിസിനസ് റൺ ചെയ്യാമല്ലോ എന്ന്. ഹായ്, എന്തൊരു ക്യൂട്ടാന്ന് നോക്കിയാൽ വാരി മെഴുകുന്നു. ഹായ്, വളരെ ഞാൻ ഭയങ്കര ചൈനയിൽ പോയിട്ട് ഫ്രണ്ട്സായിട്ട് പോയിട്ട് ക്യൂട്ട്നെസ് ഒക്കെ കൊള്ളാം, നന്നായിട്ടുണ്ട്, അത് കയ്യിലിരിക്കട്ടെ. പക്ഷെ ബാക്കിയുള്ളവരെ കുറ്റം പറഞ്ഞിട്ടും അവരെ നെഗറ്റീവ് പറഞ്ഞിട്ടായിരിക്കരുത് ക്യൂട്ട്നെസ് വാരി വിതർന്നത്. ഓക്കെ, അങ്ങനെ വിചാരിക്കുന്നവർക്ക് അങ്ങനെ വിചാരിക്കരുത്. അതിൻ്റെ ഉള്ളിൽ ഹിഡൻ ഫാക്ട്സ് ഉണ്ട്, നമ്മൾ അറിയാതെ പോകുന്ന കുറെ കാര്യങ്ങളുണ്ട് എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് അവിടെ വന്ന് പർച്ചേസ് ചെയ്യുന്നല്ല പറഞ്ഞത്, ഞങ്ങൾ അവിടെ നിന്ന് സോഴ്സ് ചെയ്ത് തരാന്നാണ് പറഞ്ഞത്. അത് തന്നെയല്ലേ ഞാൻ ഇത്രയും പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ അവിടെ നിന്ന് ചെയ്തു തരാമെന്ന് പറഞ്ഞത്. അല്ലാണ്ട് നിങ്ങളെല്ലാവരും ഓടി വായോ, നമുക്ക് ഇവിടുന്ന് ചൈനയിൽ നിന്ന് പർച്ചേസ് ചെയ്യാതെ ഒന്നിച്ച് കറങ്ങി നടന്ന് പർച്ചേസ് ചെയ്യാന്ന് ആരെങ്കിലും പറഞ്ഞോ? ഇല്ല. അതാ പറഞ്ഞ, തെറ്റിദ്ധരിപ്പിക്കരുത് ആളുകളെ. അല്ലാതെ പുള്ളിയുടെ ബിസിനസ്സിനെയോ അല്ലെങ്കിൽ പുള്ളിയുടെ ജോബിനെയോ അല്ലെങ്കിൽ പുള്ളി ചെയ്യുന്ന കാര്യത്തിനെയോ ഒന്ന് കമന്റ് ചെയ്യലല്ലായിരുന്നു എന്റെ ഉദ്ദേശം. ഒന്നും അല്ലായിരുന്നു ഉദ്ദേശം. പക്ഷെ എന്റെ വീഡിയോ ഇന്ന് സ്ക്രീൻഷോട്ട് വേണമായിരുന്നു, എന്നാലല്ലേ റീച്ച് ആവുള്ളൂ. അത് പുള്ളിക്കാരത്തി കമന്റിൽ റിപ്ലൈ തന്നെ പുള്ളിക്കാരത്തി പറയുന്നുണ്ട് ഇന്റൻഷനെ പറ്റിയിട്ട്. PR പ്രൊമോഷനാണ് ഉദ്ദേശം എന്നുള്ളത്. ഞാനൊരു സോഷ്യൽ മീഡിയ കോണ്ടന്റ് ക്രിയേറ്റർ ഒന്നുമല്ല. എനിക്കൊരു ജോലിയുണ്ട്, അത് നോക്കി പോകുന്ന ഒരാളാണ് ഞാൻ. എന്നിട്ടും മോൾക്ക് സോഷ്യൽ മീഡിയ തന്നെ വേണ്ടി വന്നില്ലേ? മോളുടെ ബിസിനസ് റൺ ചെയ്യാനും അത് റീച്ച് ആക്കാനും, ബാക്കിയുള്ളവരെ ഇത്തിരി ചൊറിയേണ്ട അവസ്ഥയും വന്നില്ലേ അത് റീച്ച് ആക്കാനും റൺ ചെയ്യാനും? എനിക്കും ജോലിയുണ്ട്, എനിക്കും പല ബിസിനസ്സുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ സോഷ്യൽ മീഡിയ കോണ്ടന്റ് ക്രിയേറ്റർ തന്നെയാണ് ഞാൻ. അതിന് അത്രക്ക് വലിയ പുച്ഛിക്കേണ്ട കാര്യമൊന്നുമില്ല, അതിൽ അത്ര കൊച്ചാക്കി പറയേണ്ട കാര്യവുമില്ല. അപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇയാൾ ഇതുപോലെ വീഡിയോ ചെയ്യണമെങ്കിൽ ഇയാൾ ഓഫ്കോഴ്സ് ഇയാള് ഒരു കോണ്ടന്റ് ക്രിയേറ്റർ തന്നെയാണ് എന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ ബാക്കിയുള്ളവർ ഇങ്ങനെ ചൊറിയുമ്പോഴത്തേക്ക് അവർ റിയാക്ട് ചെയ്യും. അപ്പൊ അതിന് മറുപടിയും കൊടുക്കേണ്ടി വരും. പിന്നെ ആക്ച്വലി ഞാൻ ചെയ്യുന്നതെല്ലാം എനിക്ക് അറിയാവുന്ന ഇൻഫർമേഷൻ എന്നെപ്പോലുള്ള സ്മോൾ ബിസിനസ്സുകാർക്ക് ഹെൽപ്ഫുൾ ആണ്. അതാണ് ഇയാൾക്ക് അറിയാവുന്ന ഇൻഫർമേഷൻ ബാക്കിയുള്ളവരുടെ ഇടയിലേക്ക് തെറ്റായി പ്രചരിപ്പിക്കുക എന്നതാണ് ഇയാളുടെ ഉദ്ദേശം. ഒരു കോൺട്രവേഴ്സിയോ അല്ലെങ്കിൽ കുറെ കമന്റോ ലൈക്കിനോ വേണ്ടി ഒന്നും ചെയ്യുന്നതല്ല. കമന്റിനോ ലൈക്കിനോ വേണ്ടി അല്ലാന്നുണ്ടെങ്കിൽ ആ കമന്റ് ഹൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻ അതിൻ്റെ അകത്തുണ്ട്. അല്ലെങ്കിൽ കമന്റ് ഡിസേബിൾ ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, ലൈക്ക് ഹൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എന്ത് ഇതൊന്നും ചെയ്യാത്തത്? അപ്പൊ അറിയാം അതൊക്കെ വേണമെന്നുള്ളത്. അതാ പറഞ്ഞ, എല്ലാവർക്കും പുറമേ ഇരുന്ന് വെറുതെ കുറക്കാൻ മാത്രമേ പറ്റുള്ളൂ. മനസ്സിലായ? അത് പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരാനും പറ്റില്ല. എല്ലാവരുടെയും ഇന്റൻഷൻ ഇതാണ്, എന്താ? റീച്ച് വേണം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി വീഡിയോ ഇട്ട് അതിൽ നിന്ന് ബിസിനസ് ഉണ്ടാക്കണം, റീച്ച് ഉണ്ടാക്കണം, ബാക്കിയുള്ളവരെ ചൊറിഞ്ഞിട്ട് റീച്ച് ഇല്ലെങ്കിൽ റീച്ച് ആക്കാൻ നോക്കണം. ഇതൊക്കെ തന്നെയാണ് ഉദ്ദേശം. അല്ലെങ്കിൽ അടുത്ത വീഡിയോ ആയിട്ട് പുള്ളിക്കാരത്തി വരുമോ? ഇല്ല, വരില്ല. പുള്ളിയുടെ ഉദ്ദേശം അത് തന്നെ. പക്ഷെ ബാക്കിയുള്ളവർ മുമ്പ് വെച്ച് ഭയങ്കര പുണ്യാളത്തി. I'm a very private person and I want to keep it that way. Thank you. വെരി പ്രൈവറ്റ് പേഴ്സൺ ആണ് ഇതേപോലെ സോഷ്യൽ മീഡിയയിൽ. ഞാൻ കമന്റ് റിയാക്ട് ചെയ്യാൻ തുടങ്ങിയപ്പോ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വന്ന് വെരി പ്രൈവറ്റ് പേഴ്സൺ. ചൈനയിൽ നിന്ന് എന്ത് ഐറ്റംസ് വേണമെങ്കിലും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.